നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് എന്നൊക്കെ പറഞ്ഞു. ഒരു സാധനം ഇവിടെ ഇല്ലേ, വെറുതെ ആരോ ഉണ്ടാക്കിയ പേരാ. അങ്ങനെ പേരുണ്ടാക്കുമ്പോ അവർക്കെതിരായി വേണമെങ്കിൽ നമുക്ക് കേസിന് പോവാം. അതൊരു വിവാദമാക്കണ്ടുള്ള വെച്ചാൽ ഉണ്ടായിരിക്കുക. അതിൽ ഉന്നതരായ ആളുകൾ ഉൾപ്പെടെ ഞാൻ വേറൊരു കാര്യം ചോദിച്ചത്, ഞാൻ SSLC ഒക്കെ കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങളെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം, ഈ കല്ലായിക്കുന്നത്തേക്ക്. അപ്പം നമ്മളതിനെ കലശമല എന്നും പറയുന്നു. കല്ലായിക്കുന്നത്തേക്ക് കൊണ്ടുപോകാം. അവിടെ പോയി കഴിഞ്ഞാൽ മമ്മൂക്ക പൊന്തന്മാട ഷൂട്ട് ചെയ്ത സ്ഥലമാണ്, അവിടെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. സന്ധ്യയ്ക്ക് പോയി കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സന്ധ്യയ്ക്ക് പോയപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ഒരാളും ഇല്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാളുടെ ടോണ് മാറാൻ തുടങ്ങി. ഇയാൾ പറഞ്ഞു, ഇത് അവിടെ ഈ ആത്മാക്കളെ കൊണ്ടിടുന്ന സ്ഥലമാണ്, അവിടെ ഇന്ന രീതിയിലുള്ള പ്രേതങ്ങൾ വരും എന്നൊക്കെ പറഞ്ഞ് ആ നരിമടയുടെ ഉള്ളിൽ നിന്ന് അത് വരും, സന്ധ്യാസമയമാണ്. അങ്ങനെ എന്നെ പേടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഭയം ഒരു പക്ഷേ ഈ ഭാഗത്ത് പലരുടെയും ജീവിതത്തിൽ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും. ഒരു അടിസ്ഥാനവും ഇല്ലാത്തൊരു ഭയമാണ് എന്ന് ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ യുക്തി ചിന്തിക്കുമ്പോൾ. പക്ഷെ അങ്ങനെ ഒരു ഭയം പലർക്കും പല തമാശയ്ക്കും ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതിൽ നിന്നൊക്കെ വേറൊരു രീതിയിൽ ഒരു ടൂറിസത്തിൻ്റെ വലിയൊരു ഇടമായിട്ട് കലശമല മാറുകയാണ്. അപ്പോൾ ഈ കലശമല പദ്ധതി എന്താണ്, എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് അറിയാം, എല്ലാ കുന്നംകുളത്തുകാർക്കും അറിയാം. എന്നാലും ഞാൻ മൊയ്തീൻക്കയുടെ ഇതിൽ നിന്ന് തന്നെ കേൾക്കാൻ വേണ്ടി ചോദിക്കുകയാണ്, ഇനി എന്തൊക്കെയാണ് അവിടെ മനസ്സിലുള്ളത്? കല്ലഴിക്കുന്ന്, നരിമടക്കുന്ന് എന്നൊക്കെ വിവിധ പേരുകൾ അറിയപ്പെടുന്നുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പൊന്തന്മാടയും ഭൂതക്കണ്ണാടിയും അതുപോലെ തന്നെയുള്ള നിരവധി സിനിമകളുടെ പശ്ചാത്തലം ഉണ്ടായിരുന്നു. അരപ്പെട്ട കിട്ടിയ ഗ്രാമം, കുറേ സിനിമകൾ, ഒരുപാട് സിനിമകളുണ്ട്. അപ്പോൾ അവർക്കതൊരു ഭംഗിയുള്ള അല്ലെങ്കിൽ ഇതിന് അനുയോജ്യമായ ചില പ്രത്യേക അന്തരീക്ഷങ്ങളിലൊരു ഒരു സ്ഥലമാണെന്ന് അവരുടെ ഭാവനയിൽ അവർ വന്നു നോക്കി കണ്ടൊരു സ്ഥലമാണല്ലോ. അതിൻ്റെതായ പ്രത്യേകതയുണ്ട് എന്നാണ് എൻ്റെ കണ്ണും എന്നോട് പറഞ്ഞത്. അവിടെ ആദ്യം പറഞ്ഞ് കുളവെട്ടി വാഴ എന്ന് പറഞ്ഞാൽ അപൂർവമായൊരു സസ്യമുണ്ട്, അത് സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സമിതിയൊക്കെ ഉണ്ടായിരുന്നു. വളരെ വംശനാശം വന്നു പോകുന്ന ഒന്നാണെന്ന് അത് പറയുന്നത്. അപ്പം അതിൻ്റെ സംരക്ഷണമാണ് ആദ്യം വന്നത്. പക്ഷെ ആ പ്രദേശത്ത് പോയപ്പോൾ ഇത് അതിനേക്കാൾ എത്രയോ വിപുലമായ സാധ്യതകളുള്ളതാണ്. ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് ലഭ്യമാകുന്ന ശുദ്ധവായു ഏറ്റവും പ്രധാനപ്പെട്ട അതാണ്. പുലർക്കാലത്തുള്ള കുളിർമ, സന്ധ്യാസമയത്തുള്ളൊരു ശാന്തതയും ഭംഗിയും, താഴേക്കുള്ള വിശാലമായതിൻ്റെ ഒരു ഗ്രീനറി കാണാനുള്ള സൗകര്യം, നരിമടക്കുന്നും അതൊരു അതിശയമാണല്ലോ കുട്ടികൾക്ക്. ഇതൊക്കെ കൂടി ചേർന്ന് ഒരു സ്ഥലമാണ്. പക്ഷെ നമുക്ക് കയ്യിൽ സ്ഥലമില്ല. ബ്ലോക്ക് പഞ്ചായത്തിനും ഗ്രാമപഞ്ചായത്തിനും കൂടി കുറച്ച് സ്ഥലമുള്ളത്. പക്ഷെ അങ്ങനെയുള്ളത് കൊണ്ട് സ്ഥലമില്ല എന്നുള്ളതുകൊണ്ട് തുടങ്ങാതിരിക്കലല്ല, അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക്, അടിസ്ഥാന സൗകര്യം ഇതൊക്കെ ഒന്ന് ഒരുക്കി 3-4 വാച്ച് ടവറുകളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ ഈ സ്ഥലപരിമിതി വളരെ പ്രധാനപ്പെട്ടതാണ് സ്വകാര്യ വ്യക്തികളുടെ കയ്യിലാണ്. അപ്പോൾ ആ സ്ഥലം ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. ഏകദേശം 12.5 ഏക്കർ സ്ഥലം ഇപ്പോൾ സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞു. അതിന് പണം നഷ്ടപരിഹാരം അവർക്ക് കൊടുത്തു. അവിടെ ഒരുപാട് വലിയ കൺസ്ട്രക്ഷൻ ഒന്നും നമ്മൾ ചെയ്യില്ല. എൻ്റെ മനസ്സിലുള്ള ഒരാശയം അതാണ്. അവിടെ നമുക്ക് ആ പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ അപൂർവ സസ്യങ്ങളുടെ ഒരു പാർക്ക് നമുക്ക് ഉണ്ടാക്കാം, ഔഷധ സസ്യങ്ങൾ ഉൾപ്പെടെ. അതോടൊപ്പം പഴവർഗ്ഗങ്ങൾ. അങ്ങനെ വരുമ്പോൾ ആ അന്തരീക്ഷത്തിന് പറ്റിയ ഒരു സ്ഥിതി, കുറച്ച് നടപ്പാതെയും വെളിച്ചം വേണം. അതിൻ്റെ അപ്പുറത്തേക്ക് അവിടെ പോകണമെന്ന് ഞാൻ കരുതുന്നില്ല. അത് വ്യത്യസ്ത ഏജൻസികളെ വെച്ചൊരു ചർച്ച അതിനകം നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇങ്ങനെ വരുമ്പോൾ അത് കുഞ്ഞുങ്ങൾക്ക് ഈ സസ്യങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള കേന്ദ്രമാവും. കളിക്കാൻ വരൽ മാത്രമല്ല, വിദ്യാഭ്യാസം കൂടി അവിടെ ഈ പഴവർഗ്ഗങ്ങളൊന്ന് വന്ന് നല്ലപോലെ പരിപാലിച്ചു പോകാനുള്ള ഒരു സംവിധാനം ഉണ്ടായ അപൂർവ സൈസ് പക്ഷികൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ വരും. ശലഭങ്ങളുണ്ടാവും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനും അത്യാവശ്യം മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഇത് കാണാനും ഒക്കെ കഴിയുന്ന ഒരു കേന്ദ്രമായിട്ട് അതിന് മാറിയാണ്. ഈ ഒരു പക്ഷേ അങ്ങ് പറഞ്ഞ ഈ സ്പോർട്സ് ഹബിൻ്റെ വികസനം ഉണ്ടല്ലോ, അതിനേക്കാൾ കൂടുതൽ വികസന സാധ്യത ഇവിടെ ടൂറിസം മേഖലയിൽ ഞാൻ കാണുക. ഇപ്പോൾ ആ സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഫ്രണ്ടിൽ നല്ല നിരപ്പായ സ്ഥലമുണ്ട്.
അവിടെ നമ്മളിപ്പോൾ ഒരു ഓഡിറ്റോറിയം കലാ സാംസ്കാരിക പരിപാടികൾ തീർച്ചയായും അത് പണി ആരംഭിക്കാൻ പോകും. ഒരു വലിയ സന്തോഷം. ഒരു ഗ്രൗണ്ട് അവിടെ കുഞ്ഞുങ്ങൾക്ക് ഇതിന്റെ കൂടെ വരുന്നവർക്ക് ഒന്ന് കളിക്കണമെച്ചെങ്കിലോ ഒരു കായിക മത്സരങ്ങൾ നടത്തണമെങ്കിലോ അത് ചെയ്യാൻ നമുക്കാവും എന്നുള്ള രീതിയിൽ അതിന്റെ പണികൾ അതിവേഗത്തിൽ നടക്കുകയാണ്. പാർക്ക് ഈ ഓഡിറ്റോറിയത്തിനുള്ള പണമായി. ഇനി അതിൽ ഈ സങ്കല്പത്തിന് ജൈവവൈവിധ്യ ബോർഡും അതുപോലെ തന്നെ മറ്റുള്ള ഏജൻസികളും വനംവകുപ്പിന്റെ അധികാരമൊന്നുമില്ല. അവർക്ക് സസ്യങ്ങൾ കിട്ടാനും അപൂർവന സാധനങ്ങൾ കിട്ടാനും അതുപോലെ തന്നെയുള്ള സൗകര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാം. ഇത് വന്നാൽ പ്രാദേശികമായ തൊഴിൽ സൗകര്യങ്ങൾ അവിടെ വരുന്ന ആളുകൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അത് പച്ചക്കറിയാകാം, കോഴിമുട്ടയാകാം, കരകൗശല വസ്തുക്കളാകാം. ഇതിന്റെ ഒരു ഗ്രാമമായിട്ട് അതിനെ വർത്തി ആളുകൾ വരുന്നവർക്ക് ഇതൊന്ന് വാങ്ങിച്ചു പോകാൻ നല്ല ഗുണമേന്മയുള്ള അലങ്കാര ചെടികൾ നമുക്ക് ഉണ്ടാവണ്ടേ. അതൊരു കേന്ദ്രമാക്കിയ കുറച്ചു പേർക്ക്, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ സാധ്യതകൾ ഏറ്റവും കൂടുതലുള്ള ഗ്രാമപ്രദേശത്തിന്റെ ഭംഗിയുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ്. നമുക്ക് ആ രീതിയിൽ ഡെവലപ്പ് ചെയ്തു പോയാൽ കുന്നംകുളത്തിന്റെ ഭാവി വികസനത്തിന്റെ കവാടമായിട്ട് അത് മാറും. ഈ ഉത്തരവാദിത്ത ടൂറിസത്തിനെ പറ്റി ഇപ്പോൾ സംസാരിച്ച് നിർത്തിയതുകൊണ്ട് ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു കണ്ണ് എല്ലാ സ്ഥലത്തും ഉണ്ടെന്ന് തോന്നുന്നു. കാരണം നമുക്ക് കാണാൻ ആഗ്രഹിക്കുന്നതാണ് എന്ന് തോന്നുന്ന ഇടങ്ങൾ, നമ്മൾ പോലും ചിന്തിക്കാത്ത സ്ഥലങ്ങളെ അത് മാറ്റിയെടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കൂമ്പുഴ പാലത്തിൻ്റെ ആ പരിസരങ്ങളിലൊക്കെ ഇപ്പോൾ നമുക്ക് ആ റോഡിലേക്ക് ഞാൻ വരാം. അതിലേക്ക് അവിടെ എത്തുമ്പോൾ എത്രയോ ആളുകൾ ഇപ്പോഴും അവിടെ നിർത്തി വീഡിയോ എടുക്കുന്നു. ഇപ്പോൾ ഈ ചാട്ടുകുളത്തിൻ്റെ അവിടെ എത്രയോ മനോഹരമായിട്ടുള്ളൊരു ഇടമായിട്ട് അത് മാറിയിരിക്കുന്നു. നമ്മൾ ഈ കാണിപ്പയ്യൂരിലൊക്കെ പോകുമ്പോൾ അവിടെയും ആൾക്കാർക്ക് ഇരിക്കാനും വിശ്രമിക്കാനും നമ്മുടെ മുനിസിപ്പൽ ഓഫീസിൻ്റെ മുമ്പിലാണെങ്കിൽ അങ്ങനെ ഒരു ഇതുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ശ്രീരാമേട്ടനൊക്കെ വളരെ വികാരപരമായിട്ട് കാണുന്ന കിളിപ്പാടം പദ്ധതികൾ. ഇത് കൃഷി കൂടിയുണ്ട് ഈ കാഴ്ചയുടെ അപ്പുറം. അപ്പം അത്തരം കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ്? അതുപോലെ തന്നെ കൃഷി എന്ന് പറയുന്നത് ഒരു അടിസ്ഥാനം. ഇപ്പോൾ മൊയ്തീനക്കടയും ഒരു നമ്മൾ കാണുമ്പോൾ മൊയ്തീനക്കട ഒരു ജീവിത സാഹചര്യത്തിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ കർഷക കുടുംബത്തിൽ നിന്നാണ് വന്നത്. അപ്പം ഈ ഒരു കാഴ്ചയും ഇതിൽ നിന്ന് ഈ കൃഷിക്ക് വേണ്ടി നമ്മളിവിടെ ചെയ്തത് എന്തൊക്കെയാണ്? രണ്ടും കൂടി ചേർന്നാണ്. ഒന്ന്, ടൂറിസത്തിന്റെ ഒരു സ്ഥലം കേന്ദ്രീകരിച്ചിട്ടുള്ള നിരവധി സാധ്യത. അതിലിപ്പോൾ ഒരു പ്രൊഡക്റ്റാണത്. കുന്നംകുളം അങ്ങാടി മറ്റൊരു പ്രൊഡക്റ്റാണ്. എന്നുവെച്ചതിന്റെ പൗരാണികത, പഴയ രീതിയിലുള്ള നിർമ്മിതികൾ, ഇവിടുത്തെ പള്ളികൾ, ഒരുപാട് സ്ഥാപനങ്ങളുണ്ടാകുക. ഇതിനെ നമുക്ക് ഒരു മറ്റേ ടൂറിസം ഉൽപ്പന്നമായിട്ട് വികസിപ്പിച്ചെടുക്കാൻ കഴിയും. അതിന്റെ ഒരു പഠനം എഞ്ചിനീയറിംഗ് കോളേജുകാർ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കത് ഡെവലപ്പ് ചെയ്ത് പോകാൻ കഴിയുന്ന രണ്ടാമത്തെ ഉൽപ്പന്നം അതാണ്. മൂന്നാമത്തത് ഈ പറയുന്ന ഒരുപാട് ഭംഗിയുള്ള പ്രദേശമുണ്ട്. എരുമപ്പെട്ടിയിൽ ചെറുചക്കി ചോലയുണ്ട്. നൂറുകണക്കിന് ആളുകൾ വരുന്നതാണ്. വേലൂർ പഞ്ചായത്തിലെ ചില പ്രദേശങ്ങളിലുണ്ട്. അവിടെ നമ്മുടെ ഒരു മറ്റേ ഡാം പോലെയുള്ള ഒരു ചെറിയ സൗകര്യം വേലൂരുണ്ട്. അതിന്റെ പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമുക്ക് നടക്കാനും ഒക്കെ ആയിട്ടുള്ള സൗകര്യങ്ങൾ അവിടെയുണ്ട്. 4 ഏക്കറോളം സ്ഥലത്താണ് ഒരു ചെറ കെട്ടി സംരക്ഷിക്കുകയാണ്. ഇപ്പൊ ഇവിടെ കോൾ നിലങ്ങളുടെ മേഖല കുന്നംകുളം മുനിസിപ്പാലിറ്റിയിലുണ്ട്, പോർക്കുളം പഞ്ചായത്തിലുണ്ട്. കുറച്ച് വേണമെങ്കിൽ അവിടെയൊക്കെ ഉണ്ട്. അവിടെ നമ്മളൊരു പ്രൊജക്റ്റ് ആലോചിച്ചതാണ്. 2 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു. ഒന്നല്ല, 2. അവിടെ ആനക്കുണ്ട് എന്ന് പറഞ്ഞ മറ്റൊരു പ്രദേശമുണ്ട്. ഒരു കാലത്തും വെള്ളം പറ്റാത്ത സ്ഥലമാണ്. പക്ഷേ ഈ 2 സ്ഥലത്തും പ്രാദേശികമായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ട് നമുക്ക് ആ സമയത്ത് പൂർത്തീകരിക്കാനായില്ല. പക്ഷെ അതിപ്പോൾ പുതിയ രൂപത്തിൽ നമ്മൾ എടുത്തു പോവുകയാണ്. അതിന്റെ പരിശോധന കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കുളത്തിൽ നമുക്ക് ജലസംഭരണമാവും, അതോടൊപ്പം അതിന്റെ തീരത്തൊക്കെ മനോഹരമായി വൈകുന്നേരങ്ങളിലൊക്കെ ഇരിക്കാൻ കഴിയുന്ന സൗകര്യം ഉണ്ടാവും. ഞാൻ ഇന്ന് രാവിലെ പോരുമ്പോൾ പാഴിയോട്ടുമുറക്ക് ഇറക്കത്തില് 3-4 സ്ത്രീകൾ നിന്നിട്ട് ആ പാടത്ത് മഞ്ഞ് വീഴുന്നതിന്റെ ചിത്രം എടുക്കുകയാണ്. കൊയ്ത്ത് കഴിഞ്ഞ പാടാന്ന് ആലോചിക്കണം. അപ്പൊ അതിന്റെ വിശാലമായ അതിന്റെ അപ്പുറത്ത് സീനറി പോലെയുള്ള സൗകര്യം ഉണ്ട്. അപ്പൊ ആളുകൾ ഇതൊക്കെ ആസ്വദിക്കുന്നുണ്ട്. നമ്മുടെ നാട് എത്ര മനോഹരമായ ടൂറിസം പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ. അത് ഇങ്ങനെ ഒരുപാട് പറഞ്ഞു പോകും. അതുകൊണ്ട് അതിൽ സാധ്യതകൾ നമുക്കുണ്ട്, അത് എടുക്കണം. അതാ ഞാൻ പറഞ്ഞത്, ഏത് സ്ഥലത്ത് നോക്കിയാലും ഇവിടെ ആദ്യത്തെ പള്ളി ആർത്താറ്റെ, അതിന് ഒരുപാട് സൗകര്യമില്ല. കടവല്ലൂർ അന്യോന്യം നടക്കുന്നത് ഇതൊക്കെ ഈ ടൂറിസം ഉൽപ്പന്നമായിട്ട് അതിന്റെ പാരമ്പര്യവും പൗരാണികതയൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇങ്ങനൊരു കൾച്ചർ ഉണ്ട്. അതെ, അതൊരു ടൂറിസം പ്രൊഡക്റ്റ് ആണ്. ഭക്ഷണ വൈവിധ്യം, കുന്നംകുളത്തെ കച്ചവടം നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് എന്നൊക്കെ പറയാം. ഒരു സാധനം ഇവിടെ ഇല്ല, വെറുതെ ആരോ
ഉണ്ടാക്കിയ പേരാ. അങ്ങനെ പേരുണ്ടാക്കുമ്പോൾ അവർക്കെതിരായി വേണമെങ്കിൽ നമുക്ക് കേസിന് പോവാം. അതൊരു വിവാദമാക്കണ്ടുള്ള വെച്ചാൽ ഉണ്ടായിരിക്കുക. അതിൽ ഉന്നതരായ ആളുകൾ ഉൾപ്പെടെ ചിലപ്പോ പറഞ്ഞിട്ടുണ്ട് കുന്നംകുളത്തിന്റെ മാപ്പ് മതിയോ എന്നൊക്കെ. തീർച്ചയായും ഭരണാധികാരികളും അല്ലെ, ഞാൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പല ജാതി സമൂഹങ്ങളോ അവരൊക്കെ ഈ സിനിമയിലൊക്കെ വളരെ തമാശയായിട്ടും ഒക്കെ ഉപയോഗിക്കുക എന്നുള്ളൊരു ഇതുണ്ട്. ആ രീതിയിൽ ഒരു 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 സമൂഹത്തിനെ മുഴുവൻ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ തിരുവനന്തപുരത്ത് ചെന്നാലോ, അപ്പൊ എവിടെയാ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കൊന്നും അത് മടിയില്ല. ഒരു കാലത്ത് പലരും പറഞ്ഞിട്ടുണ്ട് ഈ സ്ഥലപ്പേര് പറയാൻ വേണ്ടിയിട്ട് മാറ്റിയിട്ട് കുന്നംകുളം എന്നുള്ളത് ഒഴിച്ചു പറയും എന്നുള്ളത് കേട്ടിട്ടുണ്ട്. അതില് ഒരു കാര്യം ആ കാര്യത്തിലില്ല. ആരോ ഏതോ കാലത്ത് കൊളുത്തി വെച്ച് ചിലരെ ഏറ്റെടുത്തു എന്നുള്ളത്. കേരളത്തിലെ കച്ചവട സാധ്യതയുള്ള കേന്ദ്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കച്ചവടക്കാർ സത്യസന്ധമായി കച്ചവടം ചെയ്യുന്നതുകൊണ്ടാണ് അവരുടെ വികാസം. ഇപ്പോ എറണാകുളത്ത് ബ്രോഡ്വേ, കൊല്ലത്ത്, മട്ടാഞ്ചേരിയിൽ, ഈ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും കുന്നംകുളത്തെ കച്ചവടക്കാരുടെ കേന്ദ്രങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് അത് വന്നത്? അവര് ഗുണമേന്മയുള്ള വലിയ കൊള്ള നടത്താത്ത നല്ല രീതിയിൽ അവരുടെ സ്ഥാപനങ്ങൾ കച്ചവടം നടത്തിക്കൊണ്ടുപോകുന്നു എന്നുള്ളതുണ്ട്. അപ്പൊ കച്ചവടത്തിന്റെ ഒരു പാരമ്പര്യം പഴയ കൊച്ചി രാജാവ് കൊടുന്ന് കുടിയിരുത്തിയ കച്ചവടക്കാരാണ് അവർ. അപ്പൊ അത്തരം നല്ലൊരു പ്രദേശത്തിന് ആരാണ് ഇങ്ങനൊരു അപഖ്യാതി നിർമ്മിതത്തിന് ഈ പലതും ഇപ്പോ ഈ സിദ്ധാന്തങ്ങൾ നുണ പ്രചരിപ്പിച്ച് അതങ്ങനെ പറയണ്ടേ. അപ്പൊ അതങ്ങനെ ഒരു അടിസ്ഥാനപരമില്ലാത്ത ഒരു കാര്യമാണ്. ഗുണമേന്മയുള്ള നല്ല സാധനങ്ങൾ, ഒരുപക്ഷെ പത്രം തുടങ്ങിയത് അച്ചടിയുടെ മേഖല, നോട്ട് ബുക്കിന്റെ മേഖല, മനോരമ പത്രം ഇവിടുന്ന് അച്ചടിപ്പിച്ച് അവിടെ കൊണ്ടുപോയി വിതരണം ചെയ്ത് അതുകൊണ്ട് കലാമണ്ഡലത്തിന് തുടക്കം ഇവിടുന്നാണ്. കക്കാട് കാരണവപ്പാടും അതുപോലെ തന്നെ മണക്കുളം മോഹനരാജയും ഈ വള്ളത്തോളിനെ കൊണ്ടുവന്ന് കഥകളിയുടെ തുടക്കം കുറിച്ച് പിന്നീടാണല്ലോ അങ്ങോട്ട് പോയത്. അപ്പൊ അതിന്റെയൊക്കെ ഒരു പശ്ചാത്തലമുള്ള അതിന്റെ നേട്ടങ്ങളെ അതിപ്പോ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. പിന്നെ ആളുകൾ പറയാൻ തുടങ്ങിയില്ല. ഇപ്പോ കുന്നംകുളം ഇതല്ല, ഇതാണ്. അപ്പോ വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർ കുന്നംകുളത്തിന്റെ ഈ ചരിത്ര വസ്തുതകൾ പഠിക്കണം. എന്നിട്ട് ഈ തെറ്റായ ആശയഗതി സർക്കാരിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ പ്രയോഗിക്കുന്നുണ്ട് വെച്ചെങ്കിൽ ഇപ്പോ ഞങ്ങള് കുന്നംകുളത്തുകാർ മര്യാദക്കാരാണ്, ഞങ്ങൾ മറ്റു കാര്യങ്ങളിലേക്ക്, നിയമപരമായ കാര്യങ്ങളിലേക്ക് ഈ കാര്യം ആലോചിക്കേണ്ടി വരില്ലേ? അതുകൂടി നമുക്ക് ജനങ്ങളാണ്. തീർച്ചയായിട്ടും അത് അക്കാലത്ത് ഏതോ നുണ ഫാക്ടറികൾ ഉണ്ടാക്കിയ ഒന്നാണ്. അത് എല്ലാ കാലത്തും ഉണ്ടാവുമല്ലോ. ഈ നുണ ഫാക്ടറികൾ എല്ലാ കാലത്തും നമ്മുടെ അവിടെ ഉണ്ട്. ഞാൻ ഈ കുന്നംകുളത്തിന്റെ പൗരാണികതയും ഇതിനൊക്കെ പറ്റി മൊയ്തീനൊക്കെ പറഞ്ഞു. വളരെ ഡീപ്പിൽ അത് സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളും ടൂറിസം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഒരു നാഗരിക സംസ്കാരം വികസിപ്പിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എവിടെയോ ഒരു പത്രപ്രവർത്തകൻ്റെ അടുത്തൊക്കെ ഇനിയിപ്പോൾ പഴയ ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്ന സ്ഥലത്തെ പുതിയ ഒരു ടൗൺഷിപ്പ് പോലെയുള്ള ഒരു ആശയം കണ്ടു. നമുക്കിവിടെ പുതിയൊരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ള ഒരു വികസനം കൂടി ഇതിൽ ഒരു നാഗരിക സംസ്കാരത്തിന് ഇവിടുത്തെ ഒരു നഗര വികസനം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് കൂടി ഉള്ളിലുണ്ടല്ലോ. അതിപ്പോ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് നടന്നു. അതെന്തൊക്കെയാണ്, ഇനി എന്തൊക്കെയാണ്? കേരളത്തിലെ നഗരപ്രദേശങ്ങൾ നഗര ഗ്രാമ വ്യത്യാസം ഇല്ലാണ്ട് നമ്മുടെ നാട് വികസിക്കുക. കുന്നംകുളം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ പഠന പ്രദേശമാണ്. അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങൾ വരും. ഒന്ന് ഗതാഗത പ്രശ്നം. അപ്പൊ ആ ഗതാഗത പ്രശ്നം ഒരു ചുരുങ്ങിയ സ്ഥലത്ത് മുമ്പുണ്ടായിരുന്ന സ്ഥലത്തെ പോരാ. അപ്പൊ പുതിയ സ്ഥലത്ത് വേണം. പുതിയ സ്ഥലത്തെ പ്രശ്നം ബസ് സ്റ്റാൻഡ് തുടങ്ങാൻ ആലോചിച്ചപ്പോൾ ഹൈക്കോടതി കേസാണ്. ആ കേസ് മുനിസിപ്പാലിറ്റി ഇടപെട്ട് തീർത്തു. ഞാനതിനെ സഹായിച്ച് സർക്കാർ ഏജൻസികളെയും സഹകരണ സ്ഥാപനങ്ങളെയും പ്രയോജനപ്പെടുത്തി, MLA ഫണ്ട് കൂടി പ്രയോജനപ്പെടുത്തി ഇവരെ സഹായിക്കുകയാണ് ചെയ്തത്. കുന്നംകുളം മുനിസിപ്പാലിറ്റി വളരെ മനോഹരമായി ചെയ്തു. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും നല്ല ഒരു നാള് ട്രഷറി ഓഫീസർ വന്നിട്ട് എങ്ങനെയാണ് ഇത് സാധിച്ചത് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഒരു കൂട്ടായ്മയാണ്, അത് പരിപാലിക്കുന്നുണ്ട്. ഇപ്പൊ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടർ സൊസൈറ്റിയാണ് അതിന്റെ. അതുപോലെ എഞ്ചിനീയറിംഗ് കോളേജ്, അതിന്റെ ശില്പികൾ അതിന്റെ ഇത് ചെയ്തവരാണ്. അപ്പൊ അതൊക്കെ മനോഹരമായി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് നഗരത്തിലെ അടിസ്ഥാന ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ വരുമ്പോൾ കുന്നംകുളം അനുഭവിക്കാൻ മറ്റൊരു പ്രശ്നമാണ് ഈ ഗതാഗത കുരുക്ക്. പട്ടാമ്പി റോഡില്, ചാവക്കാട് റോഡില്, തൃശ്ശൂർ റോഡിലേക്ക് ഒരു ജംഗ്ഷനാണ് അവിടെ കഴിഞ്ഞ് പുതിയ ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴി കൂടി അവിടെ ഉണ്ട്. അപ്പൊ ആ ജംഗ്ഷന്റെ വികസനത്തിന് വേണ്ടി ഇപ്പൊ കിട്ടിയത് 156 കോടി രൂപ. ഒരു മറ്റ് സമാന്തര റോഡുകളുണ്ട്, റിംഗ് റോഡ് പദ്ധതിയും കൂടി അതിന്റെ കൂടെ ഉണ്ട്. 36 മീറ്റർ ഡയാമീറ്ററിൽ ആ ജംഗ്ഷൻ വികസിപ്പിക്കും. ജംഗ്ഷൻ ഉണ്ടാവും, സിഗ്നൽ സൗകര്യം ഉണ്ടാവും. 18 മീറ്റർ വീതിയിൽ 4 വശത്തേക്കുള്ള റോഡുകളും വികസിപ്പിക്കുന്ന പദ്ധതിയാണ്. അപ്പൊ വരുമ്പോ അവിടെ ചിലരുടെ ഭൂമി എടുക്കേണ്ടി വരും. അതിനാവശ്യമായ പണം ഇതിൽ വകയിരുത്തിയിട്ടുണ്ട്. കച്ചവടം ചെയ്യുന്ന ആളുകൾ
അവരെ അവിടുന്ന് പറിച്ചെറിയാന്നുള്ള സമീപനമല്ല. അവർക്കൊരു പുതിയ റിഹാബിലിറ്റേഷൻ കെട്ടിടം, അതിപ്പോ ടെൻഡർ നടപടിയായി. അത് 4 നിലയിലുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. അപ്പൊ അതുകൂടി വരുമ്പോൾ ഇവിടെ നിന്ന് ഒഴിപ്പിക്കപ്പെടുന്ന കച്ചവടക്കാരുണ്ട് വെച്ചാൽ ടൗണിനകത്ത് തന്നെ, പഴയ പാറയിൽ മാർക്കറ്റിന്റെ അടുത്താണ്, ടൗണിനകത്ത് മുനിസിപ്പാലിറ്റിയുടെ ഹൃദയഭാഗത്ത് തന്നെ ആ സൗകര്യം കൂടി വരുമ്പോൾ കുന്നംകുളത്തെ ഗതാഗത കുരുക്ക് ഒഴിവാകും. മാത്രമല്ല നഗരത്തിന്റെ ഈ സൗന്ദര്യത്തിന് അത് മാറ്റുകൂട്ടും. കുന്നംകുളത്ത് ഒറിജിനൽ കുന്നംകുളം എന്ന് പറയാവുന്ന രീതിയിൽ നമുക്ക് ഈ കാര്യങ്ങൾ നിർവഹിക്കാനാണ്. ഇതിനൊക്കെ നമ്മൾ ഈ ഇപ്പോൾ നഗര വികസനത്തിനെ പറ്റിയിട്ട് സംസാരിച്ചു. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഒരു കുന്നംകുളത്ത് ഉള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. കുന്നംകുളം നഗരത്തിൽ നിന്ന് വിട്ടിട്ട് ഇവിടെയൊക്കെ പക്ഷേ ഈ BMBC റോഡുകൾ, മികച്ച നിലവാരത്തിലുള്ള റോഡുകൾ നമുക്കുണ്ട്. ഒരുപക്ഷെ എൻ്റെ അറിവ് ശരിയാണോ എന്നറിയില്ല, കിഫ്ബിയിൽ നിന്ന് ഉള്ളൊരു ഇത് ഉപയോഗിച്ച് തൃശ്ശൂർ ജില്ലയിലെ ആദ്യത്തെ റോഡ് നമ്മുടെ അവിടെയാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് ഈ ജിയോ ടെക്സ്റ്റൈൽ ജിയോസെൽ സംവിധാനം വെച്ചിട്ടാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ റോഡുകളൊക്കെ, ബൈപ്പാസ് റോഡുകളൊക്കെ ഉണ്ടായി. ഈ ഗതാഗതം, അത്തരം പാതകൾ, ഇതെന്തൊക്കെയാണ് നമ്മൾ ചെയ്ത പദ്ധതികൾ എന്നൊക്കെയാണ്, ഇനി എന്തൊക്കെയാണ് മനസ്സിലുള്ളത്? ഗതാഗത സൗകര്യത്തിൽ റോഡുകളുണ്ടായിരുന്നു. നമുക്ക് മുമ്പും റോഡുകളുണ്ട്. പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് പോകാൻ കുന്നംകുളം ഒരു ജംഗ്ഷനാണ്. പക്ഷേ ട്രാഫിക് കൺജങ്ഷനും മറ്റുമൊക്കെ വരുമ്പോൾ അതുകൂടി പരിഗണിച്ച് നാറ്റ്പാക്കിൻ്റെ ഒരു സ്റ്റഡി നടത്തിയിരുന്നു റോഡുകൾ. അപ്പം അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് റോഡ് വികസനത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എടുത്തത്. അതിലൊന്ന് കുന്നംകുളം ജംഗ്ഷനിലെ ഇപ്പം നടത്തുന്ന വികസന പ്രവർത്തനത്തിന് പുറമെ സമാന്തര റോഡുകൾ ഉണ്ടാവണം. അത് നേരത്തെ ഉണ്ടായിരുന്ന കിക്കാവ് കേച്ചേരി റോഡ്, അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അത് കിഫ്ബിയിൽ നിന്ന് 56 കോടി രൂപ മുടക്കിയിട്ടാണ് സ്ഥലം ഏറ്റെടുത്ത്, 10 കോടി രൂപ സ്ഥലത്തിനും ഏറ്റെടുത്താണ് ആ റോഡ് നേരത്തെ പറഞ്ഞ പുതിയ സാങ്കേതിക വിദ്യയിൽ അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ആ റോഡ് ഇപ്പോൾ ധാരാളം ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. പന്നിത്തടത്തൊരു സിഗ്നൽ സംവിധാനം വന്നു. അതെ. ഇനി ആ കൂമ്പഴ പാലത്തിന് അവിടെ നേരത്തെ ടൂറിസത്തെ ചോദിച്ചതാണ്. അവിടെ 1 ഏക്കറോളം സ്ഥലം പഴയ പാലത്തിൻ്റെയും സ്ഥലം നമ്മുടെ കയ്യിലുണ്ട്. അത് പ്രയോജനപ്പെടുത്തി വഴിയാത്രക്കാർക്കുള്ള ചെറിയ അമ്യൂണിറ്റീസ് ഉണ്ടാക്കുന്ന ഒരു ചെറിയ പാർക്കും കുട്ടികളുടെ, അവിടെ ധാരാളം ടൂറിസ്റ്റുകൾ കൂടി വരുന്ന സ്ഥലം. അത് കടങ്ങോട് പഞ്ചായത്തുമായി ബന്ധം പാർക്കിംഗ് സൗകര്യം ഉണ്ടാവും. ഒരു 10-50 വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അവിടെ ഉണ്ട്. അതിനുള്ള സൗകര്യം. പുഴയുണ്ട് അതിൽ. അതെ. ആ പുഴയുടെ പഴയ പാലമുണ്ട്. ആ പഴയ പാലത്തുമ്മ ഇരുന്ന് അതിൻ്റെ കൈവരിയൊക്കെ നേരെയൊക്കെ ചൂണ്ടയിടൽ, കുട്ടികളുടെ വിനോദം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നടത്താൻ കഴിയും. അപ്പോൾ റോഡ് എന്ന് പറഞ്ഞ സങ്കല്പത്തിൽ തന്നെ ആ റോഡിന്റെ പരിസരം പ്രയോജനപ്പെടുത്തി. അവിടുത്തെ മനോഹരമായ കാഴ്ച വൈകുന്നേരങ്ങളിൽ ഫോട്ടോഷൂട്ടാണ്. ഈ പാടശേഖരത്തിന്റെ മനോഹാരിതയും ഭംഗി, അതാണ് ടൂറിസത്തിന്റെ എവിടെയൊക്കെ സാധ്യത എല്ലാവരും ഉണ്ട്. അപ്പൊ ഇത് ചെന്ന് ചേരുന്ന കേച്ചേരി ജംഗ്ഷൻ ഉണ്ട്. അവിടെ ഇപ്പോൾ കിഫ്ബി അനുവദിച്ചു 112 കോടി രൂപ ആ സ്ഥലം എടുക്കുന്നതിനും അതിന്റെ ജംഗ്ഷൻ വികസനത്തിനും വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ പണിയും നമ്മൾ വൈകാതെ ആരംഭിക്കുകയാണ്. ഇതൊരു റോഡിനെ മാത്രമല്ല, അങ്ങ് പറഞ്ഞ പോലെ ഇപ്പോൾ അക്കിക്കാവിൽ നിന്ന് എരുമപ്പെട്ടിക്ക് പോകുന്ന റോഡ്, ആദ്യത്തെ കിഫ്ബി റോഡ്. അത് നേരത്തെ ഞാൻ പറഞ്ഞതും കിഫ്ബി. അതെ. കുന്നംകുളം ജംഗ്ഷൻ വികസനം അതിന്റെ ഭാഗമായിട്ടാണ്. പിന്നെ ഗുരുവായൂർക്ക് പോകുന്ന റോഡ്, വടക്കാഞ്ചേരിക്ക് പോകുന്ന റോഡ്, അതുപോലെ തന്നെ വലിയ ആക്ഷേപം കേട്ടാണല്ലോ തൃശ്ശൂർ കുറ്റിപ്പുറം റോഡ്. കുന്നംകുളം റോഡ് എന്നാണ് ആളുകൾ പറയുന്നത്. 4 നിയോജകമണ്ഡലങ്ങളിൽ കടന്നു പോകുന്നുണ്ട്. ഒരു കരാറുകാരൻ ഇട്ട് പോയപ്പോൾ ഉണ്ടായ പ്രതിസന്ധി നമ്മൾ കണ്ടതാണ്, അനുഭവിച്ചതാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെ ആക്ഷേപം പറഞ്ഞു. പക്ഷേ സർക്കാർ നിശ്ചയദാർഢ്യത്തോട് ഇടപെട്ടു. 260 കോടി രൂപ മുടക്കിയിട്ടാണ് ആ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചത്. നല്ല നിലവാരത്തിൽ സ്റ്റേറ്റ് ഹൈവേ. അതെ. ജർമ്മൻ ബാങ്കിന്റെ സഹായത്തോടുകൂടി. PWD റോഡുകൾ BMBC നിലവാരത്തിലല്ലാതെ ഒറ്റ റോഡുകൾ പോലും ഇല്ല. ചില മുനിസിപ്പൽ റോഡുകളും ഗ്രാമീണ റോഡുകളും വരെ BMBC നിലവാരത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി പഞ്ചായത്തുകൾക്ക് അതൊരാശ്വാസമാണ്. മുഖ്യമന്ത്രിയുടെ റോഡ് പദ്ധതിയിൽ നിന്ന് കുറേയേറെ സംഖ്യ നമുക്കിവിടെ പഞ്ചായത്തുകളുടെ റോഡ് പദ്ധതിക്ക് വേണ്ടി നീക്കിവെക്കാറുണ്ട്. അപ്പം ഗതാഗത രംഗത്തും ഈ സർക്കാർ കേരളത്തിലെ ആകമാനം നടത്തിയ കുതിച്ചുചാട്ടമുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള സൗകര്യം കുന്നംകുളത്തും വലിയ തോതിൽ. അല്ല, അത് വലിയൊരു തോതിൽ കുന്നംകുളത്തുണ്ടായിരുന്നു. ചെറിയ റോഡ് പല സ്ഥലങ്ങളിലും, ഞാൻ അങ്ങനെ പറയുന്നതല്ല, ഞാനൊരു കമ്പാരിസന് വേണ്ടി പറയുന്നതല്ല, പല സ്ഥലങ്ങളിലും നമ്മൾ ചെല്ലുന്നതിനേക്കാൾ അധികം ഇട റോഡുകളും പഴയ പഞ്ചായത്ത് റോഡുകൾ എന്ന് പറയുന്നതൊക്കെ ഇന്ന് BMBC സൗകര്യത്തിലുള്ള നന്നായിട്ട് വണ്ടി പോകാവുന്ന റോഡുകളാണ്. അപ്പോൾ അത് ഈ ഗതാഗത രംഗത്ത് ഇനിയിപ്പോൾ റോഡുകളുടെ ഇതിൽ ഇനി എന്തെങ്കിലും മനസ്സിലുണ്ടോ? ഉള്ളതൊന്ന് ഈ ഞാൻ നേരത്തെ പറഞ്ഞ കിഫ്ബിയുടെ പണി പൂർത്തീകരിക്കലാണ്.
അതോടൊപ്പം നമ്മുടെ പെരുമ്പിലാവിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് പോകുന്ന റോഡുണ്ടല്ലോ, ആ അത് കുറെ കൂടി ഉന്നത നിലവാരത്തിൽ, നിലമ്പൂർ റോഡ് എന്നാണ് അതിന് പറയുക. അതെ, അതിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് കാണണം. ആ ഭാവിയിൽ ചില ജംഗ്ഷനുകളിൽ ഫ്ലൈ ഓവറുകളുടെ ആവശ്യം വരും. ആ അപ്പം അങ്ങനെയുള്ളൊരു ജംഗ്ഷനാണ് പന്നിത്തറം. അതെ അതെ അതെ. ഭാവിയിൽ കുന്നംകുളത്ത് അങ്ങനെ ആയിക്കൂടാന്നില്ല. ആ. പക്ഷെ കുന്നംകുളത്ത് ഒരു പ്രത്യേക ജംഗ്ഷനാണെന്നുള്ളതുകൊണ്ട് അത് പഠിച്ചതിന് ശേഷം വേണം ചെയ്യാം. ആ ഇതുപോലുള്ള ഫ്ലൈ ഓവറുകൾ വേണ്ടി വരും. ആ പാലങ്ങൾ ചില സ്ഥലത്ത് റോഡിന് കുറേ, ഇപ്പം 3 പാലങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുന്നംകുളം മണ്ഡലത്തിൽ. ആ അത് എവിടേക്കാന്ന് ഒന്ന് കരിച്ചാൽ കടവ്, അത് പാലവും സ്ലൂയിസും കൂടി ചേർന്നാണ്, പണി തീരാറായി. ആ അതിൻ്റെ അപ്പുറത്ത് ചരളിപ്പുഴയിൽ ചെറുവള്ളിക്കടവ് 10 കോടി രൂപ മുടക്കിയിട്ടുള്ള പാലത്തിന്റെ പണി നടക്കുകയാണ്. ഇവിടെ എരുമപ്പെട്ടി തയ്യൂരിനെയും ബന്ധിപ്പിക്കുന്ന ആ ആലുക്കൽ പാലം, അതിന്റെ പണി ഇപ്പോൾ അതിന്റെ ഫയലിംഗ് കഴിഞ്ഞ് ആ സ്ലാബ് ഘട്ടത്തിലേക്ക് എത്തുക. ഇതിന്റെ അപ്പുറത്ത് മുട്ടിക്കൽ ഒരു ചിറ, കൃഷിക്കാർക്ക് ഉപകാരമുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു ഇടുങ്ങിയ പാലം, ഓട്ടോറിക്ഷയൊക്കെ പോകുന്ന ചെറിയ വാഹനങ്ങൾ പോകുന്ന ഒരു പാലമായിരുന്നു. അതിന്റെ പണി 5.5 കോടി രൂപ മുടക്കിയിട്ട് അത് നടക്കുന്നുണ്ട്. അപ്പൊ ഗതാഗത സൗകര്യത്തിൽ പാലങ്ങൾ, 2 കരയെ ബന്ധിപ്പിക്കൽ മാത്രമല്ല 2 സംസ്കാരങ്ങളെ ബന്ധിപ്പിക്കൽ എന്നൊക്കെ പറഞ്ഞ പോലെ ആ ബന്ധിപ്പിക്കൽ കൂടി ഇതിന്റെ ഭാഗമായി നടക്കുകയാണ്. കൂടുതൽ ഇതിനോടൊപ്പം തന്നെ മറ്റ് നിരവധി പഞ്ചായത്ത് റോഡുകളുടെ കാര്യത്തിൽ ഇനി എന്താണ്, ചിലത് PWD തന്നെ ഏറ്റെടുക്കേണ്ട റോഡുകൾ ഉണ്ടാകാം. അത്തരം കാര്യങ്ങൾ ചെയ്യണം. ചിലത് ഇപ്പോൾ നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് ചില വർക്കുകൾ പെടുത്തു. ഒന്ന് വെള്ളർക്കാട് തെപ്പലശ്ശേരി റോഡാണ്, 4.5 കോടി രൂപ മുടക്കിയതിന്റെ ടെൻഡർ കഴിഞ്ഞിട്ടുണ്ട്, കരാറുകാരെടുത്തിട്ടുണ്ട്. 2 കരാറുകാർ മുമ്പ് വെച്ച് കരാറ് നടന്നില്ല എന്നുള്ളതിന്റെ താമസം അതിലുണ്ടായെങ്കിലും ആ റോഡ് കൂടി വരുമ്പോൾ അത് വലിയൊരു താമസമായിട്ട് മാറും. അതിന്റെ കണക്ടിവിറ്റി വരുമ്പോൾ അത് ആ വശത്ത് വരുന്നവർക്ക് നേരെ ഇങ്ങോട്ട് വരാം. മെഡിക്കൽ കോളേജിലേക്കുള്ള സൗകര്യം, അതെ, പാഴിയോട്ടുമുറി വഴിയുള്ള വേലൂർ റോഡ് ഒക്കെ ഇങ്ങനെ കണക്റ്റഡ്. ഇപ്പൊ പല റോഡുകളും മങ്ങാട് എന്നുള്ള അരിമ്പാടത്തേക്കുള്ള റോഡ് കണക്റ്റഡ് ആണ്. ഇപ്പൊ നെല്ലുവായിന്ന് ഇട്ടോണം പാലക്കാട് ജില്ലയിലേക്കുള്ള അത് ഇപ്പൊ പണി കഴിഞ്ഞതാണ്. ചിറ്റണ്ടയിൽ നിന്ന് കുണ്ടന്നൂർ ജംഗ്ഷനൊക്കെ വെള്ളം മുങ്ങി കിടന്നിരുന്ന പ്രദേശം. അതെ, അതിപ്പോ നമ്മൾ ആ ജംഗ്ഷൻ വികസിപ്പിച്ചു. നേരെ ദേശമംഗലത്തേക്കുള്ള പോകാനുള്ള സമാന്തര റോഡുകളുടെ ഒരു ശൃംഖല. ഗതാഗതം ഏതെങ്കിലും ഒരു വഴി തടസ്സപ്പെട്ടാൽ അതാണ് പ്രശ്നം. അതെ, ഏതെങ്കിലും ഒരു വഴി തടസ്സപ്പെട്ടാൽ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടില്ലാതെ തിരിഞ്ഞു പോകാൻ കഴിയുന്ന നിരവധി റോഡുകളുടെ ശൃംഖല ഈ പഠനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്.